Good morning, beautiful people. Welcome back to yet another video where I will take you through a day in my life. It's a Sunday morning and almost ഞങ്ങൾ എല്ലാ സൺഡേസിലും എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന അലമ്പൊക്കെ വീട് പണി നടക്കുന്നതിൻ്റെയാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയതും. ഇത്താത്തായും അളിയനും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അവരാണ് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെയൊക്കെയാണെന്ന്. അല്ല കേട്ടോ, ഒരു 9-9:30 പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എത്ര വൈകിയാലും ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നിട്ട് ഉമ്മച്ചി ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അവിടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയത് കൊണ്ട് ഇത്താത്തായും അളിയനും ഉമ്മച്ചിയൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് നോക്കിയാലോ. നല്ല അപ്പവും ബീഫ് കറിയും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ നല്ല കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ വെക്കം തന്നെ ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളും കഴിക്കാനിരുന്നു. പിന്നെ ഞങ്ങളെ കൂട്ടാണ്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തതിന്റെ പരാതി പറച്ചിലും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ്. ഫുള്ള് സംസാരവും ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. പിന്നെ ഉമ്മച്ചി രാജസ്ഥാനിൽ നിന്ന് വന്നതിന്റെ കഥകൾ എൻ്റെ ഹാനിഷിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അളിയനെയും ഇത്താത്താനെയും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആ കഥകൾ മുഴുവൻ ഉമ്മച്ചി അവരോടും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് 2-3 തവണ കേട്ടോ കേൾക്കുന്നത്. പിന്നെ അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉമ്മച്ചി കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചിയും ഇത്താത്തായും അതിൽ എക്സ്പേർട്സ് ആട്ടോ. ഞാനും ഇക്കാക്കായും അളിയനും ഒക്കെ ചുമ്മാ ജസ്റ്റ് ഹെൽപ്പിന് വേണ്ടി പോയതാണ്. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് കേട്ടിട്ടില്ലേ? ഇത്തവണ അബദ്ധം വെള്ളത്തിന്റെ രൂപത്തിലാട്ടോ വന്നത്. ബിരിയാണിക്ക് വെച്ച് റൈസിന് വേണ്ടി വെച്ച് വെള്ളം നന്നായിട്ട് കൂടിപ്പോയി. ആഫ്റ്റർ എഫക്റ്റ് എന്താന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞങ്ങൾ 5 പേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ അവസ്ഥ. ആ വീട് ഞങ്ങൾ മറിച്ചു വെക്കും. പിന്നെ ഈ കാണുന്ന ഇളക്കല് അത് ചുമ്മാ വീഡിയോ എടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോ ചെയ്തതാട്ടോ. പിന്നെ ഉമ്മച്ചിയും ഇക്കാക്കായും കൂടി പുറത്തേക്ക് പോയി. പണികൾ കാരണം പ്ലാന്റ്സ് ഒക്കെ നിലത്തെടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ കാറ് തിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമായത് കൊണ്ട് പ്ലാന്റ്സിനെയൊക്കെ ഹാങ് ചെയ്യുന്നതാണ്. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളത് അവനായത് കൊണ്ട് അവനാട്ടോ ഉമ്മച്ചിന് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഉമ്മച്ചിക്ക് മക്കളേക്കാൾ സ്നേഹം ചെടികളോടാണെന്ന് ഞങ്ങൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ചെടികളെയൊക്കെ. പിന്നെ ഈ ചെടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത്ര വിഷമമാവുകയും ചെയ്യും. അതുകൊണ്ട് ഏതൊക്കെയോ 2-3 ചെടി കാറിന്റെ ടയർ കൊണ്ട് ചളങ്ങി പിളങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഉമ്മച്ചി ഇപ്പൊ ഇത് ചെയ്യുന്നത്. ഇത് 2 പേരും കൂടി ഇരുന്ന് കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞ് കസ്റ്റാർഡിലേക്കുള്ള ഫ്രൂട്ട്സ് അരിയുന്നതാട്ടോ. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരുന്നവരാ. അതിന്റെ ഉള്ളിൽ കൂടെ ഇത്താത്ത കയറി എല്ലാം അലമ്പാക്കുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ റൈസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡാണേലും വാഴയിലേ കഴിക്കണം. അത് അവൻ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി മോഷ്ടിച്ചിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഉമ്മച്ചി ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വിളമ്പി 5 ഇലയിലായിട്ട് നല്ല മുരിഞ്ഞ ബീഫും പിന്നെ കുറച്ച് കുഴഞ്ഞതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും സാലഡും അച്ചാറും പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അഡിക്ഷൻ ഉള്ള ഒരു സാധനമാണ് പെപ്സി. അതും എല്ലാം കൂടി ആയപ്പോൾ ലഞ്ച് അടിപൊളിയായിരുന്നു. ആഫ്റ്റർ എ ഹെവി ലഞ്ച് ഒരു അടിപൊളി മധുരം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാലേ കേട്ടോ ഞങ്ങൾ ഓർത്തത് ഇത്താതാക്കും അളിയനും പോവാൻ സമയമായി. അവര് ഇന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. അപ്പൊ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. നാളെ 2 പേർക്കും ജോലിക്ക് തിരിച്ചു കയറാനുള്ളതാണേ. ഇവര് സാറ്റർഡേ ഏർലി മോർണിംഗ് ആണ് എത്തിയത്. ആൻഡ് സൺഡേ ഈവനിങ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വിശേഷങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടുണ്ടായില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാറി കയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങള് ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ വരാൻ ആകെ ഒരു 5 to 10 minutes ഉണ്ടായുള്ളൂ. ഇത് കണ്ടോ, എനിക്കും ഉമ്മച്ചിക്കും ഇക്കാക്കും വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന കേട്ടോ ആ കാണുന്നേ. ആൻഡ് ഫൈനലി ട്രെയിൻ വന്നു ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദം ടു സേ ഗുഡ് ബൈ. അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ പോണേല്. ആൻഡ് അങ്ങനെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ആള് പോവാണ്. അങ്ങനെ അവരെ കൊണ്ടുവിട്ട ശേഷം ഞങ്ങൾ വന്ന് കിടന്നു. ജസ്റ്റ് ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഓൾറെഡി എത്തിയത്തേക്കും 6 o'clock ഒക്കെ ആയിട്ടോ. അപ്പൊ പിന്നെ ഉറക്കമൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ലാബൊക്കെ ഉണ്ട്. അതിന് കുറച്ച് റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ റാൻഡം വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് ഞാനിരുന്ന് എഴുത്താണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു.
ഉച്ചക്കത്തെ സെയിം ബിരിയാണി ആണെങ്കിലും ചൂടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞങ്ങൾ വിചാരിച്ചു കുറച്ചു നേരം ബാൽക്കണി പോയിരിക്കാന്ന്. പക്ഷേ ബാൽക്കണിയിലേക്ക് അവസ്ഥ ആകെ ശോകമായി കിടക്കുകയാണ്. സോ ആ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ റൂമിൽ കയറിട്ടോ. ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ബട്ട് ഇവിടുത്തെ അവസ്ഥ വളരെ ശോകമാണ്. ഇവിടെ മുഴുവൻ ഇവർ അലമ്പാക്കിയിട്ടേക്കാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ബെറ്റർ നമ്മൾ നമ്മുടെ റൂമിൽ കയറിയിരിക്കാം. അതാണ് അവിടെയും അലമ്പാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ റൂമാണ്. എനിക്ക് നല്ല ക്യൂട്ട് അഗ്രഷൻ ഉണ്ട്. ആൻഡ് എൻ്റെ ക്യൂട്ട് അഗ്രഷൻ്റെ വിക്റ്റിമാട്ടോ ഈ കാണുന്നത്. പിന്നെ ആളിതെല്ലാം സഹിച്ച് എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ അഗെയിൻ പിന്നെയും കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ഇവിടെ തീരുകയാണ്. ഇനി നേരെ ലാപ്പൊക്കെ അടച്ചു വെച്ചാൽ നേരെ കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യണം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് മീ ഫാരിത സൈനിങ് ഓഫ്.